കാതിൽ നിർത്താതെ മുഴങ്ങിയിരുന്ന സംഗീതം. ആ ലോകത്ത് കുഞ്ഞിക്കൈ നീട്ടി അവളും. അന്തരിച്ച മകൾ ഭവതാരിണിയുടെ ഓർമ്മയിൽ വിതുമ്പുകയാണ് സംഗീത സംവിധായകൻ ഇളയരാജ. മകളും ഗായികയുമായ ഭവതാരിണിയുടെ കുട്ടിക്കാലത്തെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചു: അൻപ് മകളെ. മക്കളോടുള്ള മുഴുവൻ വാത്സല്യവും ആ ചിത്രത്തിലും വാക്കുകളിലും ഉണ്ടായിരുന്നു. ആരാധകരുടെ കണ്ണുകളിലും ചിത്രം ഈറനണിയിച്ചു. ചിത്രം പങ്കുവെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി പേരാണ് അനുശോചനവുമായി എത്തിയത്. ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മകൾക്ക് നിത്യശാന്തി നേരുന്നതായും ആളുകൾ കുറിച്ചു. വ്യാഴാഴ്ചയാണ് ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി ഇളയരാജ അന്തരിച്ചത്. 47 വയസ്സായിരുന്നു. ശ്രീലങ്കയിൽ വെച്ചായിരുന്നു അന്ത്യം. അർബുദബാധയെ തുടർന്ന് ശ്രീലങ്കയിൽ ചികിത്സയിലായിരുന്നു. 2000-ൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിരുന്നു. 1976-ൽ ചെന്നൈയിലായിരുന്നു ഭവതാരിണിയുടെ ജനനം. ബാല്യകാലത്ത് തന്നെ അച്ഛൻ്റെ കൈപിടിച്ച് ശാസ്ത്രീയ സംഗീത ലോകത്തിലേക്ക് കടന്നു. രാസയ്യ എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ പാടി പിന്നണി ഗാനരംഗത്ത് ചുവടുവെച്ചു. ആദ്യ ഗാനം തന്നെ സൂപ്പർ ഹിറ്റ് ആയതോടെ വീണ്ടും നിരവധി പാട്ടുകൾ ഭവതാരിണി ആലപിച്ചു. കാതലിക്ക് മര്യാദൈ എന്ന വിജയ് ചിത്രത്തിലെ ഗാനത്തിലൂടെ ഭവതാരിണിയെ തമിഴകത്തിന്റെ പ്രിയപ്പെട്ടവളാക്കി. ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ആലപിച്ചിട്ടുള്ളത്. കാർത്തിക് ശങ്കർ രാജ, യുവൻ ശങ്കർ രാജ എന്നീ സഹോദരങ്ങളുടെ ഗാനങ്ങളും ഭവതാരിണി ആലപിച്ചു. കുട്ടികളുടേതിന് സമാനമായ ഭവതാരിണിയുടെ ശബ്ദം മറ്റ് ഗായകരിൽ നിന്നും അവരെ വ്യത്യസ്തയാക്കി. കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ഭവതാരിണി എത്തി. കല്യാണപ്പല്ലക്കിൽ വേളിപ്പയ്യൻ എന്ന പാട്ട് വൻ സ്വീകാര്യത നേടിയിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പൊന്മുടി പുഴയോരത്ത് തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും ഭവതാരിണി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 2000-ൽ ഭാരതി എന്ന ചിത്രത്തിൽ മയിൽ പോലെ പൊണ്ണ് എന്ന ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ഭവതാരിണിയെ തേടിയെത്തി. 2002-ൽ രേവതി സംവിധാനം ചെയ്ത മിതിർ മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്.